നമ്മെ നിർമ്മിച്ച നമ്മുടെ ഇവിടെവനാകുന്ന ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ വൈകിയ സമയത്ത് ഇന്ന് പകൽ ദൈവചിന്തയോടെ, ദൈവവിശ്വാസത്തോടെ, ദൈവത്തെ ഭയപ്പെട്ട് സമൂഹത്തിൽ നല്ലവരായി ജീവിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒരു പ്രക്രിയ ഉണ്ട്. സന്ധ്യാസമയത്ത് കുളിച്ച് പദ്ധതിദീപം കൊളുത്തി നാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു. ക്രിസ്ത്യൻ വീടുകളിൽ പ്രാർത്ഥിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. ആർക്കും സമയമില്ല അന്യോന്യം മിണ്ടുവാൻ കഴിയുവാൻ, അല്ലെങ്കിൽ ബന്ധങ്ങൾ പുതുക്കുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അനുഭവങ്ങൾ, അണുകുടുംബങ്ങളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡൈവേഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ കലഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുന്നമേ പ്രബുദ്ധ കേരളത്തിലേക്ക് കടന്നു വന്ന വിദേശികൾ കേരളത്തിന് കൊടുത്തൊരു പേരുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന് സ്വന്തം നാട്. അതെ, അർത്ഥവത്താകുന്ന ഒരു പേരാണ് കൊടുത്തത്. കേരളത്തിന്റെ കുന്നുകളും താഴ്വരകളും മലയോരങ്ങളും പച്ചപ്പുള്ള പ്രദേശങ്ങളും പാടങ്ങളും പറമ്പുകളും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങൾ സൗഹൃദപരമായി വസിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കായലും കടലോരങ്ങളിലും സഞ്ചരിച്ച് അവിടുത്തെ മത്സ്യബന്ധനവും മറ്റും കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ദേശത്തില്ലാത്ത ഒരു വിശേഷത നമ്മുടെ ദേശത്തുണ്ട്. അവരുടെ ദേശത്തില്ലാത്ത സാഹോദര്യം ഇവിടെയുണ്ട്. ഒരു വീട്ടിൽ ഒരു ചക്ക ഇട്ട് കഴിഞ്ഞാൽ അത് അഞ്ചെട്ടായി മുറിച്ച് അയൽ വീടുകൾ കൊടുത്തുവിടും. അവിടുത്തെ മാവിൽ നിന്ന് പറിക്കുന്ന മാങ്ങയും പറമ്പിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറിയും അയൽ വീടുകളിൽ കൊടുക്കുന്ന ഒരു പ്രവണത ചില വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സന്ധ്യാസമയത്ത് നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. ഇന്ന് അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. പിതാക്കന്മാരൊക്കെ മദ്യഷാപ്പുകളിൽ, മാതാക്കളെല്ലാം ടിവിയുടെ സീരിയലിന്റെ മുമ്പിൽ, കുഞ്ഞുങ്ങൾ മൊബൈലിന്റെ അഡിക്റ്റായി അവരുടെ മുറിയിൽ കയറി കഥകടച്ച് സമയം ചെലവഴിക്കുന്നു. അന്യോന്യം കാണുവാനോ സംസാരിപ്പാനോ സ്നേഹബന്ധങ്ങൾ പുതുക്കുവാനോ സൗഹൃദം നടത്തുവാനോ കഴിയാതെ അതപ്പതിച്ചു പോകുന്ന അനുഭവമല്ലേ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുവാനിടയായി തീരുന്നത്. ഇതിന് നമുക്കൊരു മാറ്റം വേണ്ടേ? ഈ ലഹരിയും മദ്യവും മയക്കുമരുന്നും അകത്ത് ചെന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗതുല്യമായി പ്രവർത്തിക്കുന്നു. അവൻ ആരാന്ന് പോലും ലക്ഷ്യബോധമില്ലാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന, നീചകൃത്യങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ചില മാസങ്ങൾക്ക് മുന്നമേ ഒരു ചെറുപ്പക്കാരൻ അവന്റെ മാതാവിനേക്കാളും വലുതായി മയക്കുമരുന്നിനെ സ്നേഹിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് അവന് വെച്ച് വിളമ്പി കൊടുത്തിരുന്ന, അവനെ മുലയൂട്ടി വളർത്തിയ മാതാവിനെ അവൻ കഴുത്ത് ധരിച്ചു കൊല്ലുവാനിടയായി തീർന്നു. പ്രിയരെ, നാം ഈ ദുഷ്ടതയ്ക്ക് കൂട്ടു നിൽക്കരുത്, അല്ലെങ്കിൽ അതിന്റെ അനുയായികളാകരുത്. അതിനോട് വിട ചൊല്ലുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നാം നല്ല മനുഷ്യരായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ദിശാബോധമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന തലമുറയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, ഒരിക്കലും നമ്മൾ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഒരു കടയിലേക്ക് പോയി നാം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ മറ്റെന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ വില എഴുതിയിട്ടുണ്ട്, കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്, അത് ഉൽപ്പാദിപ്പിച്ച ഡേറ്റും എന്നുവരെ ഉപയോഗിക്കാം എന്നുള്ള കാര്യവും അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മദ്യക്കുപ്പിയോ ഒരു സിഗരറ്റ് പാക്കറ്റോ ഒരു തമ്പാക്കൂവിന്റെ പാക്കറ്റോ
ലഹരിയുടെ പാക്കറ്റ് മേടിച്ചു നോക്കിയാൽ അതിലൊരു വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, മധ്യമാരോഗ്യത്തിന് ഹാനികരമാണ്. ലഹരി ഉപയോഗിക്കുന്നത് ക്യാൻസർ വരുവാൻ കാരണമാണെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടും പ്രബുദ്ധ കേരളത്തിലെ 100% സാക്ഷരതയുള്ള മലയാളി സ്വന്തം പോക്കറ്റിൽ കിടന്ന് പൈസ കൊടുത്ത് ഈ മാരക വിപത്തിനെ മേടിച്ച് പിന്നെയും സേവിക്കുകയാണ്. അവന്റെ ജീവിതകാലം സമ്പാദിച്ച് കൈമുതലായി ഉണ്ടാക്കിയതും അവന്റെ തലമുറ ഉണ്ടാക്കിയത് പോലും ചെലവഴിച്ചാൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാത്ത ഭേദം വരാത്ത രോഗത്തിനടിമയായി തീരുകയാണ്. ഇന്നിന്റെ ദുഷ്പ്രവർത്തികൾ എത്ര വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയരെ, ഇതിനൊരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ? ഇതിനൊരു വ്യതിയാനം നമുക്ക് ആവശ്യമില്ലേ? ഈ മരണത്തെ പോകുന്നത് മതിയാക്കി സർവശക്തനാകുന്ന ദൈവത്തിന്റെ പിന്നാലെ പോയി സ്വർഗരാജ്യത്തെ അവകാശികളായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, രക്ഷ തരുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുന്നമേ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവപുത്രനുണ്ട്. നമുക്ക് വേണ്ടി മരിപ്പാൻ, നമ്മുടെ പകരക്കാരനായി മരിപ്പാൻ, നമ്മുടെ ശിക്ഷയെ സീരിയസായി ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ മേലുണ്ടായിരുന്ന മരണശിക്ഷ ഏറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനാകുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു സത്യദൈവമാണ്, നിത്യദൈവമാണ്, രക്ഷകനാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മെ വീണ്ടെടുപ്പാൻ അവന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പ്രിയരെ, ഈ ലോകത്തിൽ അനേക സിദ്ധാന്തങ്ങളുണ്ട്, അനേക മതങ്ങളുണ്ട്, മതാചാരങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്, കർമ്മപ്രവർത്തികളുണ്ട്, നേർച്ച കാഴ്ചകളുണ്ട്. ഇതിനൊന്നും മനുഷ്യന്റെ രക്ഷ പൂർത്തീകരിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വഴിയാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യനെ രക്ഷിപ്പാൻ മാനവനായ ദൈവം മന്നവനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. പ്രിയരെ, അവൻ എവിടേക്ക് വന്നു, ജീവിച്ചു, അനേക ഇടങ്ങളിൽ കടന്നുപോയി, ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു, അനേക രോഗികളെ സൗഖ്യമാക്കി, സദ്വർത്തമാനം പ്രഘോഷിച്ചു, കുഷ്ഠരോഗികളെ പോലും അവൻ ആശ്വസിപ്പിച്ചു, അവൻ ആശ്ലേഷിച്ചു. തിരസ്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകരെ യേശു ചേർത്ത് നിർത്തി അവരെ തന്റേതാക്കി തീർക്കുവാനിടയായി തീർന്നു. എന്നാൽ ഏറ്റവും അവസാനം സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ യാഗമായി നൽകി തന്നു. യേശു മരിക്കുക മാത്രമല്ല ചെയ്തത്, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും കല്ലിനെയും കല്ലറയെയും ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അനേക മഹാരഥന്മാർ ജീവിച്ച് മരിച്ച മണ്ണാണ് നമ്മുടെ കേരളവും ഭാരതവും. എന്നാൽ അനേക മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അതാത് സ്ഥലങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറക്കപ്പെട്ടതായി കിടക്കുകയാണ്. അത് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. അത് യേശു ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ച് മൺമറഞ്ഞ ദൈവമല്ല, മരണത്തെ, പാതാളത്തെ, പിശാചിനെ, പൈശാചിക ശക്തികളെ ജയിച്ച യേശുവാണ്. ആ യേശു നിങ്ങളെ രക്ഷിപ്പാൻ, വിടിവിപ്പാൻ മതിയായ ദൈവമാണ്. അത് യേശു ഇന്ന് സ്നേഹത്തോടെ നിങ്ങളെ മാടി വിളിക്കുന്നു. എന്റെ അടുക്കിലേക്ക് വരിക. യേശുവിന്റെ വാക്യത്തിന് പ്രകാരമാണ് എന്റെ അടുക്കിലേക്ക് വരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് ലോക നേതാക്കന്മാരുടെയോ മതാചാര്യന്മാരുടെയോ പൊള്ളയാകുന്ന വാഗ്ദാനം പോലെയല്ല. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന സർവകൃപാലുവാകുന്ന ദൈവത്തിന്റെ
യേശു കർത്താവിന്റെ മധുരവാക്കിനെയാണ് ഞാൻ ഉദ്ഘോഷിപ്പാനിടയായി തീർന്നത്. അതിപ്രകാരമാണ് പറയുന്നത്.